In this video, we are going to discuss about exception handling in Java. What is exception? Exceptions are runtime errors. ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന റൺ ടൈം എറേഴ്സിനെയാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും എറർ സംഭവിക്കുന്ന നേരത്ത് ആ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന നേരത്ത് ഒരിക്കലും ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആ വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത്തരം എക്സെപ്ഷൻസ് അല്ലെങ്കിൽ റൺ ടൈം എറേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ പറയുന്നത്. The exception handling in Java is one of the powerful mechanisms to handle the runtime errors so that the normal flow of the application can be maintained. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ആ നോർമൽ ഫ്ലോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുന്നത്. In Java, an exception is an event that disrupts the normal flow of the program. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയെ തടയുന്നതാണ് ഈ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ റൺ ടൈം എറേഴ്സ്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ത്രോൺ അറ്റ് റൺ ടൈം. ഈ ജാവയിൽ ഈ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെയാണ്, ഈ ഒബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റിനെ എക്സെപ്ഷൻ വരുന്ന സമയത്ത് ത്രോ ചെയ്യുക, ആ ഒരു രീതിയാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ ഉപയോഗിക്കുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഈസ് എ മെക്കാനിസം ടു ഹാൻഡിൽ റൺ ടൈം എറേഴ്സ്. അത് നമ്മൾ പറഞ്ഞതാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു റൺ ടൈം എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ്. എന്തെല്ലാമാണ് ഈ റൺ ടൈം എറേഴ്സ്? അപ്പോൾ റൺ ടൈം എറേഴ്സിൽ പറയുന്നത് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻസ്, SQL എക്സെപ്ഷൻസ്, റിമോട്ട് എക്സെപ്ഷൻസ് എക്സെട്ര. ഇതെല്ലാമാണ് റൺ ടൈം എറേഴ്സ് അല്ലെങ്കിൽ പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് ഒരു ക്ലാസ് ഫൗണ്ട് ചെയ്യാത്തൊരവസ്ഥ, അതാണ് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സുകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സെപ്ഷൻസാണ് IO എക്സെപ്ഷനുകൾ. SQL റിലേറ്റഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസാണ് SQL എക്സെപ്ഷൻസ്. അതേപോലെയുള്ള ഒരുപാട് എക്സെപ്ഷൻസ് ഒരു പ്രോഗ്രാം ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന നേരത്തെ ഉണ്ടാവും. അത്തരം എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് ഉപയോഗിക്കുന്നത്. ദ കോർ അഡ്വാൻറ്റേജ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അത് ഒരു പ്രോഗ്രാമിൻ്റെ നോർമലായിട്ടുള്ള ഫ്ലോയെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ആൻ എക്സെപ്ഷൻ നോർമലി ഡിസ്ട്രപ്റ്റ് ദ നോർമൽ ഫ്ലോ ഓഫ് ദ ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് വൈ വി നീഡ് ഹാൻഡിൽ എക്സെപ്ഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ആവശ്യകത? അതാണ് പറയുന്നത്. ഒരു എക്സെപ്ഷൻ ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ തടയുന്നതുകൊണ്ട് തന്നെ ആ നോർമൽ ഫ്ലോയെ നമുക്ക് ദ ഹൈറാർക്കി ഓഫ് ജാവ എക്സെപ്ഷൻ ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരുപാട് എക്സെപ്ഷൻസ്, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് എക്സെപ്ഷൻ ക്ലാസ്സുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജാവയിൽ ഓൾറെഡി ജാവ ലൈബ്രറിയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ജാവ ലൈബ്രറിയിൽ ഡിക്ലെയർ ചെയ്ത ഈ ക്ലാസ്സുകളുടെ ആ ഒരു ഹൈറാർക്കിയാണ് ഇവിടെ പറയുന്നത്. java.lang.throwable class is the root class of Java exception hierarchy, inherited by two subclasses exceptions and errors. അപ്പോൾ ഇവിടെ പറയുന്ന ജാവ എക്സെപ്ഷൻ ക്ലാസ്സസിൻ്റെ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് java.lang.throwable എന്നൊരു ക്ലാസ്സാണ്. ഈ ത്രോവബിൾ ക്ലാസ്സാണ് എല്ലാ ക്ലാസ്സുകളുടെയും ബേസ് ക്ലാസ്. ഈ ബേസ് ക്ലാസ്സായ ത്രോവബിൾ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത രണ്ട് ക്ലാസ്സുകളാണ് എക്സെപ്ഷൻ ക്ലാസ്സുകളും അതേപോലെ എറർ ക്ലാസ്സും. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈറാർക്കി. ഇനി എക്സെപ്ഷൻ ക്ലാസ്സിൽ ഒരുപാട് സബ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായിരിക്കും ഓരോ എക്സെപ്ഷനുകളും. അതേപോലെ എറർ ക്ലാസ്സിലും ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതാണ് ഓരോ ടൈപ്പ് എറേഴ്സ്. അപ്പോൾ അതാണ് ഈ ഹൈറാർക്കി ഓഫ് ജാവ എക്സെപ്ഷൻ ക്ലാസ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ജാവ എക്സെപ്ഷൻ ക്ലാസ്സുകളുടെ ഹൈറാർക്കി. അപ്പോൾ ഇതിൽ നോക്കുക, ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ത്രോവബിൾ എന്നൊരു ക്ലാസ്സാണ്. ഈ ത്രോവബിൾ ക്ലാസ്സിൽ നിന്ന് രണ്ട് സബ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സെപ്ഷൻ ക്ലാസ്, അതേപോലെ എറർ ക്ലാസ്. എക്സെപ്ഷൻ ക്ലാസ്സുകളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എക്സെപ്ഷനുകളുണ്ട്. IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ,
ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, റൺ ടൈം എക്സെപ്ഷൻ, ഇതെല്ലാം പല എക്സെപ്ഷൻ ക്ലാസ്സുകളാണ്. ഇനി റൺ ടൈം എക്സെപ്ഷനുകളിൽ നിന്നും ഡിറൈവ് ചെയ്താണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റർ എക്സെപ്ഷൻ, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇതെല്ലാം റൺ ടൈം എക്സെപ്ഷനിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സുകളാണ്. ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, അതേപോലെ സ്ട്രിംഗ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇതെല്ലാം ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ്റെ സബ് ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈറാർക്കിയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടി ജാവയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് നടത്തുന്നത്. അപ്പോൾ ഓൾറെഡി ജാവ ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എക്സെപ്ഷൻ ക്ലാസ്സുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ പറഞ്ഞ കുറച്ച് എക്സെപ്ഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലൊരു എക്സെപ്ഷൻ, റൺ ടൈം എക്സെപ്ഷനിൽ വരുന്ന ഒരു എക്സെപ്ഷനാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. എന്താണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻസ്? ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സെപ്ഷനുകളാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. ഫോർ എക്സാമ്പിൾ ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞ എക്സെപ്ഷൻ. അതായത് ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് നോർമലി മാത്സിൽ പോസിബിൾ അല്ല. അപ്പോൾ അത്തരം ഒരു കോഡ് ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എക്സെപ്ഷനാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. മറ്റൊരു എക്സെപ്ഷൻ നോക്കാം. എന്താണ് നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ? നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു നമ്പറിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫോർമാറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന എക്സെപ്ഷനുകളാണ് നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. എന്താണ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ? അതിൽ തന്നെ 2 സബ് ക്ലാസ്സുകൾ, ഡിറൈവ്ഡ് ക്ലാസ്സുകളുണ്ട്. അറേ അതേപോലെ സ്ട്രിങ്. അറേയിൽ ഉണ്ടാകുന്ന ഇൻഡെക്സിൻ്റെ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനുകൾ, അതേപോലെ സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻസ്. ഇൻഡെക്സ് എക്സീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സെപ്ഷനുകളാണ് ഈ എക്സെപ്ഷൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ഓഫ് ജാവ എക്സെപ്ഷൻ. There are mainly 2 types of exceptions, checked exception and unchecked exceptions. An error is considered as the unchecked exception. However, according to Oracle, there are 3 types of exceptions. അതായത് നമ്മുടെ ജാവയിൽ 3 ടൈപ്പ് എക്സെപ്ഷൻസ് കാണുന്നത്. ഒന്ന് ചെക്ക്ഡ് എക്സെപ്ഷൻ, അതേപോലെ ഫസ്റ്റ് വൺ നോക്കാം. ചെക്ക്ഡ് എക്സെപ്ഷൻ. The classes that directly inherit the throwable class except runtime exception and error are known as checked exceptions. അതായത് ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ത്രോവബിൾ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത എക്സെപ്ഷനുകളിൽ റൺ ടൈം എക്സെപ്ഷനുകളും അതേപോലെ എറേഴ്സും അല്ലാത്ത എക്സെപ്ഷനുകളെയാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ ഫിഗറിൽ കണ്ട IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ എന്നെല്ലാം ചെക്ക്ഡ് എക്സെപ്ഷനുകളാണ്. എന്താണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്? ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആർ ചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈമിൽ ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷനുകളാണ് ചെക്ക്ഡ് എക്സെപ്ഷനുകൾ. അതായത് എക്സെപ്ഷൻ കമ്പൈൽ ടൈമിൽ ആ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത്തരം എക്സെപ്ഷനുകളാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ. What is unchecked exception? The classes that inherit the runtime exceptions are known as unchecked exceptions. അതായത് റൺ ടൈം എക്സെപ്ഷൻ ഒരു അൺചെക്ക്ഡ് എക്സെപ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റർ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞ ആ എക്സെപ്ഷനുകൾ, അതായത് റൺ ടൈം എക്സെപ്ഷൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സുകളായ എല്ലാ എക്സെപ്ഷൻസും അൺചെക്ക്ഡ് എക്സെപ്ഷൻസാണ്. അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് ആർ നോട്ട് അൺചെക്ക്ഡ് അറ്റ് കമ്പൈൽ ടൈം ബട്ട് ദേ ആർ ചെക്ക്ഡ് അറ്റ് റൺ ടൈം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് കമ്പൈൽ ടൈമിൽ അത് ചെക്ക് ചെയ്യുന്നില്ല, അത്തരം എക്സെപ്ഷൻസ് ചെക്ക് ചെയ്യുന്നില്ല. അത് റൺ ടൈമിൽ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അത്തരം എക്സെപ്ഷൻസിനെ അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയും. ദെൻ എറർ സം എക്സാമ്പിൾ ഓഫ് എറേഴ്സ് ആർ ഔട്ട് ഓഫ് മെമ്മറി എറർ, വിർച്വൽ മെഷീൻ എറർ, അസേർഷൻ എറർ. ഇത്തരം എറേഴ്സാണ് എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് ഇസ് ഇറിക്കവറബിൾ, അതായത് റിക്കവർ ചെയ്യാൻ കഴിയാത്തതാണ് എക്സെപ്ഷനുകളാണ് എറേഴ്സ്. ദെൻ ജാവ എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുമ്പോൾ, ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോഗ്രാമിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ട്രൈ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ്. Try keyword is used to specify a block where we should place an exception code. It means we can't use try block alone. The try block must be followed by either catch or finally.
അതാണ് ഇവിടെ പറയുന്നത്. ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള കോഡുകൾ പ്ലേസ് ചെയ്യുന്ന ബ്ലോക്കാണ് ട്രൈ ബ്ലോക്ക്. ഈ ട്രൈ എന്നൊരു കീവേഡ് ഉപയോഗിച്ചാണ് ഈ ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബ്ലോക്കിനെ പറയുന്നത് ട്രൈ എന്ന ഒരു പേരാണ്. ഈ ട്രൈ എന്ന ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ എക്സെപ്ഷനുകൾ വരാൻ സാധ്യതയുള്ള കോഡുകൾ എഴുതുന്നത്. ഇറ്റ് മീൻസ് വി കാണ്ട് യൂസ് ട്രൈ ബ്ലോക്ക് അലോൺ. അതായത് ഒരു പ്രോഗ്രാമിൽ ട്രൈ ബ്ലോക്ക് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ട്രൈ ബ്ലോക്കിന് ശേഷം ഒരു ക്യാച്ച് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്കോ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ട്രൈ ബ്ലോക്ക് മാത്രം ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ വരാൻ പാടില്ല. ഒരു ട്രൈ ബ്ലോക്കിന് ശേഷം ഒരു ക്യാച്ച് ബ്ലോക്കോ അല്ലെങ്കിൽ ഫൈനലി ബ്ലോക്കോ ഉണ്ടായിരിക്കണം. എന്താണ് ക്യാച്ച്, എന്താണ് ഫൈനലി എന്നുള്ളത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ രണ്ടാമത് വരുന്നതാണ് ക്യാച്ച് ബ്ലോക്ക്. ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദി എക്സെപ്ഷൻ. ക്യാച്ച് ബ്ലോക്കാണ് ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലോക്ക്. ഇറ്റ് മസ്റ്റ് ബി പ്രിസീഡഡ് ബൈ ട്രൈ ബ്ലോക്ക്, വിച്ച് മീൻ വി കാണ്ട് യൂസ് ക്യാച്ച് ബ്ലോക്ക് അലോൺ. അപ്പോൾ നമ്മൾ ട്രൈ ബ്ലോക്ക് പറഞ്ഞ പോലെ തന്നെ ക്യാച്ച് ബ്ലോക്കും ഒറ്റയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റയ്ക്കായിട്ട് എഴുതാൻ കഴിയില്ല. അതിനു മുന്നേ ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ഫൈനലി ബ്ലോക്ക് ലേറ്റർ. അതായത് ക്യാച്ച് ബ്ലോക്കിന് ശേഷം ഫൈനലി ബ്ലോക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഫൈനലി ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കിന് ശേഷം ഉപയോഗിക്കാം. ക്യാച്ച് ബ്ലോക്കിന് മുന്നേ ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒന്ന് ട്രൈ ബ്ലോക്കാണ്, ഒന്ന് ക്യാച്ച് ബ്ലോക്കാണ്. ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള കോഡുകൾ എഴുതുന്ന ബ്ലോക്കാണ് ട്രൈ ബ്ലോക്ക്. ഈ ബ്ലോക്കുകളിൽ എക്സെപ്ഷൻ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലോക്കാണ് ക്യാച്ച് ബ്ലോക്ക്. ദെൻ തേർഡ് ബ്ലോക്കാണ് ഫൈനലി. ദ ഫൈനലി ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ നെസസറി കോഡ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് വെദർ ആൻ എക്സെപ്ഷൻ ഇൻ ഹാൻഡിൽഡ് ഓർ നോട്ട്. ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡുകളാണ് ഫൈനലി ബ്ലോക്കിൽ എഴുതേണ്ടത്. അതായത് ഒരു എക്സെപ്ഷൻ കോട്ട് ചെയ്താലും അല്ലെങ്കിൽ എക്സെപ്ഷൻ ഉണ്ടായാലും എക്സെപ്ഷൻ ഉണ്ടായില്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ഫൈനലി ബ്ലോക്കിലാണ് എഴുതുന്നത്. ദെൻ അടുത്തൊരു ബ്ലോക്കാണ് ത്രോ, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ, അതേപോലെ ത്രോസ്. ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ്. ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഒരു പുതിയ എക്സെപ്ഷനെ നമ്മൾ ട്രൈ ബ്ലോക്കിൽ നിന്നും ത്രോ ചെയ്യുന്നത്. നമുക്കറിയാം ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സെപ്ഷനുകൾ വരാൻ സാധ്യതയുള്ള കോഡുകൾ എഴുതുന്ന ബ്ലോക്കാണ് ട്രൈ ബ്ലോക്ക്. ഈ ട്രൈ ബ്ലോക്കിനുള്ളിൽ നിന്നും എക്സെപ്ഷനെ ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ എക്സെപ്ഷൻ ക്യാച്ച് ബ്ലോക്കിലേക്കാണ് ത്രോ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാച്ച് ബ്ലോക്കിലേക്ക് എക്സെപ്ഷനെ ത്രോ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ത്രോസ്, അവസാനത്തെ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ്. ത്രോസ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എക്സെപ്ഷൻസ്. ത്രോസ് കീവേഡ് യൂസ് ചെയ്യുന്നത് എക്സെപ്ഷനുകളെ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് ദർ മേ ഒക്കർ ആൻ എക്സെപ്ഷൻ ഇൻ ദ മെത്തേഡ്. ഇറ്റ് ഡസിൻ ത്രോ ആൻ എക്സെപ്ഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് മെത്തേഡ് സിഗ്നേച്ചർ. ഒരിക്കലും ത്രോ എന്ന കീവേഡ് പോലെ ഉപയോഗിക്കുന്നതല്ല ത്രോസ്. ത്രോസ് ഒരിക്കലും ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. ഇതൊരു എക്സെപ്ഷൻ, ഒരു മെത്തേഡിനുള്ളിൽ ഒരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം എക്സെപ്ഷനുകളെ മെത്തേഡിൻ്റെ സിഗ്നേച്ചറിനൊപ്പം ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു മെത്തേഡിനുള്ളിൽ എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ആ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ, അതായത് മെത്തേഡ് ഡിക്ലറേഷനൊപ്പം നമുക്ക് ഈ ത്രോസ് കീവേഡ് ഉപയോഗിച്ച് ആ എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും 5 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ജാവയിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ജാവ എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസ്കസ് ചെയ്ത ഈ ജാവ എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. കാണുന്ന പ്രോഗ്രാം നോക്കുക. ഇതിൽ പബ്ലിക് ക്ലാസ് ജാവ എക്സെപ്ഷൻ എക്സാമ്പിൾ എന്നൊരു ക്ലാസ് കാണാം. ഈ ക്ലാസ്സിനുള്ളിൽ മെയിൻ ഫംഗ്ഷനുള്ളിൽ ട്രൈ എന്നൊരു ബ്ലോക്ക് വിത്തിൻ കേളി ബ്രേസസിൽ ഇൻറ്റ് ഡാറ്റ ഈക്വൽ ടു 100/0 എന്നൊരു കോഡ് എഴുതിയിട്ട് കാണാം.
അപ്പോൾ ഇവിടെ 100/0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഡിവൈഡഡ് ബൈ 0യെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോസിബിൾ അല്ല. അത്തരം കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്തരം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ട്രൈ എന്നൊരു ബ്ലോക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി അതിന് ശേഷം വരുന്ന ക്യാച്ച് ബ്ലോക്ക് നോക്കുക. ക്യാച്ച് ബ്ലോക്കിലേക്കാണ് ഈ എക്സെപ്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സെപ്ഷനെ ത്രോ ചെയ്യുന്നത് ഈ ക്യാച്ച് ബ്ലോക്കിലേക്കാണ്. അപ്പോൾ ക്യാച്ച് ബ്ലോക്കിനുള്ളിൽ ആ എക്സെപ്ഷനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അതിനൊരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇ എന്ന പേരിലൊരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന ക്ലാസിൻ്റെ ഒരു വേരിയബിൾ, ഒരു ഒബ്ജക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സെപ്ഷൻ ഒരു ഒബ്ജക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എക്സെപ്ഷൻ ഉണ്ടാകുന്ന നേരത്ത് ഈ ഒബ്ജക്റ്റിനെയാണ് ത്രോ ചെയ്യുന്നത്. ഈ ത്രോ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള ആളാണ് ക്യാച്ച് ബ്ലോക്കിലുള്ളത്. ക്യാച്ച് ബ്ലോക്കിൽ ആ ടൈപ്പ് ഓഫ് എക്സെപ്ഷന് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ആ ക്യാച്ച് ബ്ലോക്കിൽ ഉണ്ടായിരിക്കുക. ആ എക്സെപ്ഷനെ ക്യാച്ച് ചെയ്ത ശേഷം ആ ക്യാച്ച് ബ്ലോക്കിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇതിൽ ട്രൈ ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ട്രൈ ബ്ലോക്കിൽ ഇൻറ്റ് ഡാറ്റ ഈക്വൽ ടു 100/0 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് അവിടെ ഒരു എക്സെപ്ഷൻ കോട്ട് ചെയ്യും. ആ എക്സെപ്ഷനെ നേരെ ക്യാച്ച് ബ്ലോക്കിലേക്ക് ത്രോ ചെയ്യും. ക്യാച്ച് ബ്ലോക്കിൽ ആ പാരാമീറ്ററായി ഉപയോഗിച്ച ഇ എന്ന പാരാമീറ്റർ, ഇ എന്ന അരിത്തമെറ്റിക് എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യും. ആക്സസ് ചെയ്ത ശേഷം അതിനുള്ളിലുള്ള കോഡുകൾ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ system.out.println ഇ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. സോ ഇ എന്നത് ഒബ്ജക്റ്റിനെ പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ദെൻ അതിനുശേഷം റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ട്രൈ ക്യാച്ച് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിളാണ് ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ കോമൺ സിനാരിയോസ് ഓഫ് ജാവ എക്സെപ്ഷൻ. ജാവ എക്സെപ്ഷനുകൾ ഉണ്ടാകുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ നോക്കുക, സിനാരിയോ വേർ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കർ. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കറുന്നൊരു സന്ദർഭം നോക്കാം. ഇൻറ്റ് എ ഈക്വൽ ടു 50/0, അതായത് അവിടെ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കർ ചെയ്യും. ദെൻ മറ്റൊരു നൾ പോയിൻ്റർ എക്സെപ്ഷൻ നോക്കുക. സ്ട്രിങ് എസ് ഈക്വൽ ടു നൾ. ദെൻ system.out.println s.length. ഇവിടെ നോക്കുക, സ്ട്രിങ് എസ് പറഞ്ഞ പേരിൽ ഒരു സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ്ങിൽ നള്ളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നൾ എന്ന് പറയുന്നത് ഒരു 0 ക്യാരക്ടറായിട്ടുള്ള ഒരു ഇതിനെയാണ് നൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ s.length എന്ന് പ്രിൻറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സെപ്ഷനാണ് നൾ പോയിൻ്റർ എക്സെപ്ഷൻ. ദെൻ മൂന്നാമത്തെ സിനാരിയോ നോക്കാം, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ നോക്കുക. എക്സാമ്പിൾ, സ്ട്രിങ് എസ് ഈക്വൽ ടു ABC. എസ് എന്നൊരു സ്ട്രിങ് വേരിയബിളിലേക്ക് ABC എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് I ഈക്വൽ ടു integer.parseInt of s. ഇവിടെ നോക്കുക, ഇവിടെ നമ്പർ ഫോർമാറ്റിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം എസ് എന്നതൊരു സ്ട്രിങ് ആണ്. ഈ എസ്സിനെയാണ് ഇൻറ്റ് I എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന എക്സെപ്ഷനാണ് നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ. മറ്റൊരു എക്സെപ്ഷൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷനാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. 5 സൈസുള്ള ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൽ a of 10 ഈക്വൽ ടു 50 എന്ന് പറഞ്ഞാൽ 15th ലൊക്കേഷനിലേക്കാണ് a of 10 ഈക്വൽ ടു 50 10th ലൊക്കേഷനിലേക്കാണ് 50 സ്റ്റോർ ചെയ്യുന്നത്. സോ അറേയുടെ സൈസ് 5 ആണ്. ഒരിക്കലും 10 എന്ന ഒരു ഇൻഡെക്സിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സെപ്ഷനാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. അപ്പോൾ ഇതെല്ലാമാണ് ഒരു എക്സെപ്ഷൻ, ജാവയിൽ ഉണ്ടാകുന്ന എക്സെപ്ഷൻ്റെ കുറച്ച് സന്ദർഭങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് എക്സെപ്ഷനെ കുറിച്ചും അതേപോലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്.